കേരളത്തിലെ 45 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മ സമുദായത്തിനോട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് എടുത്തിട്ടുള്ള സമീപനങ്ങളും മുൻ ഗവൺമെൻറ്റുകൾ എടുത്തിട്ടുള്ള സമീപനങ്ങളും വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ആർക്ക് പിന്തുണ കൊടുക്കണം എന്ന വിശദമായ സംസ്ഥാന സമിതിയുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു. അത് കേരളത്തിലെ ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ള പ്രത്യേകത. കാരണം കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ തൊഴിലാളി വർഗ ഭരണകൂടം കേരളത്തിലെ വിശ്വകർമ്മജരോട് കാട്ടിയ അനീതി ഈ തിരഞ്ഞെടുപ്പിൽ ജനസമക്ഷം അവതരിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങളടങ്ങുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു മാർഗരേഖ എന്ന് പറയുന്നത് ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ആ ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് നിയമസഭയിൽ ചർച്ച ചെയ്യാനോ ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള വസ്തുതകൾ കേരളത്തിൽ നടപ്പിലാക്കുവാനോ കഴിഞ്ഞ 10 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് മാത്രമല്ല, നിയമസഭയിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി ഈ റിപ്പോർട്ടിനെ പുനഃപരിശോധിക്കേണ്ട കാര്യമില്ല എന്നുകൂടി നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് കേരളത്തിലെ വിശ്വകർമ്മ സമൂഹത്തോട് സമുദായത്തോട് കാട്ടിയ അനീതിയാണെന്ന് ഈ പത്രസമ്മേളനത്തിലൂടെ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, കേരളത്തിലെ വിശ്വകർമ്മ സമൂഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് 1957 മുതൽ ഇന്നുവരെയുള്ള ഗവൺമെൻറ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനങ്ങളാണ്, ആ ഗവൺമെൻറ്റുകളാണ് കേരളത്തിലെ വിശ്വകർമ്മജരെ സഹായിച്ചിട്ടുള്ളതെന്ന്